മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ ഗെയിമില് മരിച്ചുപോയ പ്ലേയേഴ്സിന്റെ എല്ലാം ഡെഡ് ബോഡികൾ അവിടുന്ന് മാറ്റുന്നതാണ്. ബ്ലൂ ടീമിലെ ആൾക്കാരെ കൊല്ലാൻ പറ്റാത്ത റെഡ് ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെയെല്ലാം തേടി പിടിച്ച് കൊല്ലുന്നുണ്ട് ഗാർഡ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റെഡ് ടീം മെമ്പർ തന്നെ കൊല്ലാൻ വന്ന ഒരു ഗാർഡ്സിനെ തിരിച്ചാക്രമിക്കുന്നതും. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ഗാർഡ് അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. സത്യത്തില് അതൊന്നും ഗാർഡ്സുകളല്ലായിരുന്നു കേട്ടോ, ഈ കളി കാണാനായിട്ട് വന്ന VIP-കളാണെല്ലാം. അവർക്കൊക്കെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി ആൾക്കാരെയൊക്കെ കൊല്ലാനൊരു പൂതി, അതിനുവേണ്ടി ഗാർഡ്സിന്റെ വേഷത്തിൽ വന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡില് മരിക്കാൻ നോക്കിയ സിയോങ്ങിനെ ഗാർഡ്സുകളെല്ലാം കൂടി അടിച്ച് ബോധം കെടുത്തി കൊണ്ടുവന്നിരുന്നല്ലോ, അവനെ വീണ്ടും പഴയതുപോലെ ഹാളിലേക്ക് കൊണ്ടുവന്ന് കയ്യിൽ വിലങ്ങിട്ട് കെട്ടിയിട്ടുണ്ട്. ജയിച്ച ബാക്കിയുള്ളവരും ഗെയിമിന്റെ ആ ഒരു എഫക്റ്റിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതേ സമയം കഞ്ചാവിന് ഹാളിൽ തിരികെ വന്നപ്പോഴാണ് മാലയില്ലെന്നുള്ള കാര്യം മനസ്സിലായത്. അവൻ വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഗാർഡ്സ് തടയുന്നു. ഗെയിം കളിക്കാൻ നേരം എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കളഞ്ഞുപോയി, പ്ലീസ് ഞാൻ അതൊന്ന് പോയി എടുത്തോണ്ട് വന്നോട്ടെ. എന്നാൽ ഗാർഡ്സ് അവനെ വിടാത്തത് കാരണം അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഒടുക്കം തോക്ക് ചൂണ്ടിയപ്പോഴാണ് അടങ്ങിയത്. ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും യൂൻഹിയും കുഞ്ഞുവാവയും കൊണ്ട് അകത്തേക്ക് വരുന്നത്. കുഞ്ഞിന്റെ കരച്ചില് കേട്ടതും ആ ഗാർഡ്സ് അടക്കം ഹാളിലുള്ള എല്ലാവരും അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം യൂൻഹി പ്രഗ്നന്റ് ആയിരുന്നെന്ന് പോലും കുറച്ചു പേർക്കല്ലേ അറിയാറുന്നുള്ളൂ. അങ്ങോട്ട് വെറും കൈയോടെ പോയവൾ തിരികെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ആരും അത്ഭുതപ്പെട്ടു പോയില്ലേ. ഇവിടെ ഇതേ സമയം ആ കുഞ്ഞിന്റെ അച്ഛനൊന്നും ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ മിന്നു കുറെ ഗാർഡ്സിനെ കൊന്നില്ലേ, അതിലെ ഒരാളുടെ യൂണിഫോം എടുത്തിട്ട് കൊണ്ട് മിന്നു വേഗം അവനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നീ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? അയാൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ മിണ്ടാതെ അതുപോലെ അനുസരിച്ചോണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാളുമായിട്ട് മിന്നു നടക്കാൻ തുടങ്ങി. ഇതേ സമയം ഹാളില് കുഞ്ഞ് വിശന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് യൂൻഹി വേഗം കുഞ്ഞിന് പാല് കൊടുക്കുന്നു. ഇതെല്ലാം അടുത്തേക്ക് പോകാതെ ദൂരെ മാറിയിരുന്ന് കാണുകയാണ് മ്യൂക്ക്. ഇത്രയും നേരമായിട്ടും കുഞ്ഞിന്റെ മുഖം പോലും അവൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഇവിടെയുള്ള ആർക്കും അവനാണ് കുഞ്ഞിന്റെ അച്ഛനൊന്നും അറിയില്ലല്ലോ. അപ്പോഴേക്കും കഴിഞ്ഞ ഗെയിമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഗാർഡ്സ് ഉള്ളിലേക്ക് വരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ പിക്കി ബാങ്കിലേക്ക് പണം വന്ന് കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ഇത് കാണുന്ന ആ ബ്ലൂ ടീം മെമ്പേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പണം കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ടീംസ് ആണ്. കഴിഞ്ഞ ഗെയിമില് 35 പ്ലേയേഴ്സ് ആണ് എലിമിനേറ്റ് ആയത്. ഇനി ബാക്കിയുള്ളത് വെറും 25 പ്ലേയേഴ്സ്. അതുകൊണ്ട് ഓരോ പ്ലെയറിനും 1.72 ബില്യൺ വോൺ വെച്ചാണ് കിട്ടാൻ പോകുന്നതും ഏകദേശം 10.81 കോടി ഇന്ത്യൻ രൂപ. റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതും അടുത്തതായിട്ട് വീണ്ടും വോട്ടെടുപ്പ് തുടങ്ങി. എല്ലാ തവണയും ഓ ബട്ടൺ പ്രസ് ചെയ്യുന്ന നമ്മുടെ കഞ്ചാവ് ഇത്തവണ അമർത്തിയത് എക്സ് ബട്ടനാണ്. കാരണം ആ ഡ്രഗ് ഇല്ലെങ്കിൽ ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അവന് നല്ല ഉറപ്പുണ്ട്. പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ എക്സ് ബട്ടൺ ഞെക്കിയതും. എന്നാൽ മിൻസു ആണെങ്കിലോ എല്ലാ തവണയും എക്സ് ബട്ടൺ പ്രസ് ചെയ്യുന്നവൻ ഇത്തവണ ഞെക്കിയത് ഓ ബട്ടൺ. കാരണം ആ ഡ്രഗ് ഇപ്പോൾ അവന്റെ കയ്യിലല്ലേ. ഒരു പക്ഷേ അത് വെച്ച് തനിക്കിനി അടുത്ത ഗെയിം ജയിക്കാൻ പറ്റുമെന്നുള്ള തോന്നലായിരിക്കാം. അതല്ലെങ്കിൽ ഇത്തവണ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കഞ്ചാവിനിട്ട് ഒരു പണി കൊടുക്കണം. അപ്പൂപ്പന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പുള്ളിക്കാരന് എന്നും ഓസൈഡാണ്. എല്ലാ തവണത്തെ പോലെ പണത്തിന് ആക്രാന്തം പിടിച്ചവരായിരുന്നു കൂടുതലും. അത് കാരണം കൂടുതൽ പേർക്കും ഗെയിം തുടരണമെന്നാണ്. സർ പ്ലീസ് ദയവ് ചെയ്ത് നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളുടെ എല്ലാവരുടെ കാല് പിടിക്കാൻ ഞാൻ. നമുക്ക് ഈ ഗെയിം ഇനി വേണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയ പണം മതിയായില്ലെങ്കിൽ ഞാൻ എന്റെ പങ്ക് കൂടി നിങ്ങൾക്ക് തരാം. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. ഇനിയും ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത ആ പൊടിക്കുഞ്ഞിനെയും അതിന്റെ അമ്മയും എങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്? മുത്തശ്ശി എല്ലാവരുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഒരാള് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് VIPs. മുത്തശ്ശിയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് അവർക്ക് വല്ലാത്തൊരു ഹരമാണ് തോന്നിയത്. ആര് ചത്താലും ജീവിച്ചാലും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. VIP-കളെ സംബന്ധിച്ച് എല്ലാം വെറും എന്റർടൈൻമെന്റ് മാത്രം. അടുത്തതായിട്ട് നമ്മുടെ ഹോങ്ചോനെയും ടീംസിനെയാണ് കാണിക്കുന്നത്. ഡ്രോണൊക്കെ വെച്ച് അവര് വീണ്ടും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചോയുടെ കോള് ഹോങ്ചോനെ തേടി വരുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങള്. ഇവിടെ വന്ന് ഞാൻ ക്യാപ്റ്റനെ പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി ഇവിടെ ആർക്കും അറിയില്ല. അയാൾ താമസിക്കുന്നു എന്ന് പറയുന്ന ഏരിയയില് മാർക്കറ്റിൽ വരെ ഞാൻ ചെന്ന് അന്വേഷിച്ചു നോക്കി. അയാളുടെ പേര് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് അയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതും പറഞ്ഞ് ചോയ് കോള് കെട്ടിയിരുന്നു. അതോടെ ഹോങ്ചോന് വീണ്ടും ക്യാപ്റ്റന്റെ മേലുള്ള സംശയം ഒന്നും കൂടി. ഇതേ സമയം സർജറി റൂമിലേക്ക് പോയ ഗാർഡ്സിനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ടീം ഹെഡ് 2-3 ഗാർഡ്സിനെ സർജറി റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ അവിടെ എത്തി അവർ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഗാർഡ്സിനെയും ഡോക്ടറെയും. ഇതേ സമയം മിന്ന് ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കുറെ ഗാർഡ്സ് വരിവരിയായിട്ട് പോകുന്നത് കണ്ടതും അവനോടും ആ ലൈനിൽ കയറി പോകാൻ അവള് പറയുന്നു. കൂടാതെ അവള് നേരത്തെ കൊന്ന ഒരു ഗാർഡിന്റെ റൂമിന്റെ ചാവിയും കൂടി അവന്റെ കൈ കൊടുക്കുന്നു. റൂമിലും സെക്യൂരിറ്റി ക്യാമറയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെ അയാളും അവരുടെ കൂട്ടത്തിൽ റൂമിലേക്ക് പോകുന്നു. പക്ഷേ മിന്ന മാത്രം ആരും കാണാതെ ഒരു എയർ ഹോൾ വഴി വേറെ എവിടേക്കാണ് പോകുന്നത്. ഇതേ സമയം താഴെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഹെഡ് വേഗം സെക്യൂരിറ്റി റൂമിലേക്ക് വരുന്നു. CCTV ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ഗാർഡ്സുകളും അവരുടെ റൂമിലുണ്ട്. പക്ഷേ മിന്നിന്റെ റൂം മാത്രം കാലിയായി കിടക്കുന്നു. അപ്പോ തന്നെ ഇതിനെല്ലാം കാരണം അവളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അയാള് വേഗം തന്റെ റൂമിലേക്ക് വരുന്നു. എത്രയും പെട്ടെന്ന് നമ്പർ 11 ട്രാക്ക് ചെയ്യാൻ നോക്കണം. ഒരു കാരണവശാലും അവളെ രക്ഷപ്പെടാൻ പാടില്ല. അതും പറഞ്ഞ് അയാൾ അങ്ങോട്ട് തിരിഞ്ഞതും ദേ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ മീൻ. അയാളൊന്ന് ഞെട്ടി. നിനക്ക് എന്താ വേണ്ടത്? നാളെ എന്നെയും നമ്പർ 60യുടെയും ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കണം. ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് നിനക്കും അറിയില്ലേ? VIPs ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ ശബ്ദവും ബഹളവും ഉണ്ടാക്കി രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് ആരും അറിയാതെ ഇവിടുന്ന് രക്ഷപ്പെടുന്നതല്ലേ. ഗെയിം മുടങ്ങിയാല് എന്താ സംഭവിക്കുന്ന അറിയാലോ.
ഉണ്ടായിരുന്നല്ലോ. അവളാ പറഞ്ഞത് കേട്ട് അയാൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. VIPs ഉണ്ടായതുകൊണ്ട് തന്നെ ഗെയിം മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞ കാര്യത്തോട് അയാൾ സമ്മതിക്കുന്നു. അന്ന് ഗാർഡ്സിന് ഭക്ഷണമെല്ലാം കൊടുത്ത സമയത്ത് മിന്നിന് കൊടുത്ത ഭക്ഷണത്തിന്റെ കൂടെ ഒരു താക്കോലും കൂടി ഉണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ വോട്ടിംഗ് എല്ലാം തീർന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ജയിച്ചു ടീമും. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടതും മിയോങ് അങ്ങോട്ടൊന്ന് നോക്കുന്നു. പക്ഷേ യൂൻഹിയുടെ ദഹിപ്പിക്കുന്ന പോലത്തെ നോട്ടം കണ്ടതും അവൻ പെട്ടെന്ന് അവിടുന്ന് മാറി. അവളുടെ കൺമുന്നിൽ ഇട്ടല്ലേ അവൻ റോസിനെ കൊന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് അവൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കഴിക്കാൻ ആഹാരം കിട്ടിയ സമയമായതും മുത്തശ്ശി തന്റെ പങ്ക് കൂടി യൂൻഹിക്ക് കൊടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമല്ലേ. നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നിന്നെപ്പറ്റിയും പിന്നെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. മുത്തശ്ശി അങ്ങനെ പറഞ്ഞെങ്കിലും യൂൻഹിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. തന്നെ സംരക്ഷിക്കേണ്ട പേരിലല്ലേ റോസിന് മരിക്കേണ്ടി വന്നത്. അതും തന്റെ ബോയ് ഫ്രണ്ട് ആണ് കൊന്നത്. അതുപോലെ ഈ അമ്മയും തനിക്ക് വേണ്ടി സ്വന്തം മകനെ കൊന്നില്ലേ. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവൾക്ക് എങ്ങനെ സമാധാനപ്പെടാനാകും. അടുത്തതായിട്ട് ഹോങ്ചുവിനെയും ടീംസിനെയാണ് കാണിക്കുന്നത്. തേടി തേടി നടന്ന് ഒടുക്കം അവർ മറ്റൊരു ദ്വീപ് കണ്ടെത്തുന്നു. പക്ഷേ ആ ദ്വീപ് കണ്ടതും ഹോങ്ചുവിന് എന്തോ ഒരു പരിചയം പോലെ. എന്തിനാ വെറുതെ അങ്ങോട്ടൊക്കെ പോന്നേ? അവിടെ ഒരുപാട് പാറയൊക്കെ ഉണ്ട്. പ്ലീസ് ക്യാപ്റ്റൻ, എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യണം. ഹോങ്ചു റിക്വസ്റ്റ് ചെയ്തതും അയാൾക്ക് പിന്നെ അത് ചെയ്യാതിരിക്കാനായില്ല. അങ്ങനെ ബോട്ട് അല്പം കൂടി അടുപ്പിച്ചതും ഹോങ്ചു വെള്ളത്തിലേക്ക് ചാടി നീന്തി അവിടേക്ക് കയറുന്നു. അവിടെ എത്തി ആ ദ്വീപിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവന് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരാൻ തുടങ്ങി. തന്റെ ചേട്ടൻ തന്നെ വെടിവെച്ചതടക്കമുള്ള സകല കാര്യങ്ങളും ഓർമ്മ വന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും തേടി നടന്ന ദ്വീപ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ കാര്യം അവൻ ബോട്ടിലുള്ള ബാക്കിയുള്ളവരെ അറിയിക്കുന്നു. എല്ലാവർക്കും അത് കേട്ട് സന്തോഷമായെങ്കിൽ ക്യാപ്റ്റന് മാത്രം അതങ്ങോട്ട് പിടിച്ചില്ല. അയാള് വേഗം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്മാനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ രാത്രിയായി. എല്ലാവരും ഉറങ്ങിയതും മുത്തശ്ശി സിയോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. എല്ലാത്തിനും കാരണം നീയാണെന്നാണോ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. നീ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കാനാ നോക്കിയത്. ആദ്യം ഞങ്ങൾ ആരും നീ പറയുന്നത് മനസ്സിലാക്കിയില്ല. പണം കണ്ട് മഞ്ഞളിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിന്റെ പിറകെ പോയി. അവസാനം എന്റെ സ്വന്തം മകനെ തന്നെ എനിക്ക് എന്റെ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നു. അത് കേട്ടതും സിയോങ് ഞെട്ടിക്കൊണ്ട് മുത്തശ്ശിയെ നോക്കി. അവന് കേട്ടത് വിശ്വസിക്കാനായില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കുവോ? യൂൻഹിയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും നീ സംരക്ഷിക്കണം. ഇപ്പോ എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാ. എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നില്ല. പ്ലീസ് അങ്ങനെ പറയല്ലേ. ഈ നരകത്തിൽ വന്ന് ജനിക്കാൻ ആ പൊടിക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ മോന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത ആ അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണേ. മുത്തശ്ശി സിയോങ്ങിന്റെ കാല് പിടിച്ച് കരയുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ചോയയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ നിൽക്കുന്നത് ക്യാപ്റ്റന്റെ വീടിന് മുന്നിലും. അകത്ത് കയറി തപ്പിയാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ആരും കാണുന്നില്ല എന്നുള്ള ഉറപ്പില് ആളെ വീടിന്റെ മതില് ചാടി. പക്ഷേ ചെന്ന് വീണതോ ഒരു റോഡ് വീലറിന്റെ മുന്നിലേക്കും. ഭാഗ്യത്തിന് കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ആൾക്ക് കടി കിട്ടിയില്ല. അവൻ വേഗം ഓടിച്ചെന്ന് ഡോറിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് ലോക്ക് മാറ്റി അകത്തേക്ക് കയറുന്നു. പക്ഷേ സംശയിക്കുന്ന രീതിയിൽ ആ വീടിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. നിരാശയോടെ തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന കുറെ ഫോട്ടോസ് അവൻ ശ്രദ്ധിക്കുന്നത്. എല്ലാം ഓരോരുത്തരോടൊപ്പം നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കുറെ ഫോട്ടോസ്. എന്നാൽ അതിൽ ഒരു ഫോട്ടോ കണ്ടത് ആളൊന്ന് ഞെട്ടി. കാരണം ആ ഫോട്ടോയില് ക്യാപ്റ്റനോടൊപ്പം നിൽക്കുന്ന ആളവന് നല്ലതുപോലെ അറിയാം. അത് സെയിൽസ്മാൻ ആയിരുന്നു. തഗ്ജി കളിച്ച് ആൾക്കാരെ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻ. ഇതിൽ കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ടല്ലോ. എന്നാൽ പെട്ടെന്നാണ് തൊടലും പൊട്ടിച്ചുകൊണ്ട് ആ പട്ടിയോട് വീടിനുള്ളിലേക്ക് വരുന്നത്. റോഡ് വീലറിന്റെ മുന്നിലൊക്കെ പെട്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതവനെ ആക്രമിക്കാൻ തുടങ്ങിയതും വേറെ വഴിയില്ലാതെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അതിനെ ഒറ്റ വെടിക്കാൻ കൊന്നുകളഞ്ഞു. ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പട്ടിക്കൂടിനടുത്തായിട്ട് എന്തോ ഉള്ളതുപോലെ അവൻ ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നി അവൻ അവിടെ ചെന്ന് നോക്കിയതും കുഞ്ഞൊരു കുഴി പോലെയുള്ളതിനകത്ത് എന്തോ മൂടി വെച്ചേക്കുന്നു. തുറന്നു നോക്കിയപ്പോഴോ അതിൽ നിറയെ പണം, കൂടാതെ ഗാർഡ്സ് ഇടുന്നത് പോലത്തെ യൂണിഫോമും മാസ്കും. അതോടെ ക്യാപ്റ്റൻ അവരുടെ ആളാണെന്ന് അവന് ബോധ്യമായി. എന്നാൽ പെട്ടെന്നാണ് രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. വെടിശബ്ദം കേട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ചോയുടെ കാര്യം പോക്കാം. അങ്ങനെ നേരെ വെളുത്തു. എല്ലാവരും നോക്കുമ്പോൾ ഒരു കോഫിനെ പിടിച്ചുകൊണ്ട് കുറെ ഗാർഡ്സ് ഉള്ളിലേക്ക് വരികയാണ്. ആർക്കും എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോ പുതിയ വല്ല ഗെയിമും ആയിരിക്കുമോ? സിയോങ് സംശയത്തോടെ ചുറ്റിനെ നോക്കിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിയില്ലേ, ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ ബോഡി കൊണ്ടുപോകാനായിട്ടാണ് ഗാർഡ്സ് വന്നതും. യൂൻഹിക്ക് സഹിക്കാനായില്ല. ഈ അവസ്ഥയില് അവളുടെ കൂടെ ഉണ്ടായിരുന്നൊരു തുണയാണ്. പൊട്ടിക്കരഞ്ഞുപോയവൾ. സിയോങ്ങും വിശ്വസിക്കാൻ പറ്റാതെ ഇരുന്നു പോയി. ഇന്നലെ രാത്രി കൂടി തന്നോട് വന്ന് സംസാരിച്ചതല്ലേ. പക്ഷേ ഇത് ഗെയിമാണ്. ഇവിടെ ഇങ്ങനെയാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും അടുത്ത ഗെയിമിനുള്ള അനൗൺസ്മെന്റ് വന്നു. എല്ലാവരും വേഗം തന്നെ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. യൂൻഹി പോകുമ്പോൾ ഒപ്പം അവളുടെ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. കാല് വയ്യാത്തത് കാരണം ഏന്തിയാണ് അവൾ നടക്കുന്നതും. യൂൻഹി, കുഞ്ഞിനെ ഇഞ്ഞിതാ, ഞാൻ പിടിച്ചോളാം. അല്ലെങ്കിൽ നീ കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. പറഞ്ഞത് കാര്യമായതുകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സീസൺ 2 അവസാനം കാണിച്ച അതേ ഗെയിം. ഒരു വലിയ പാലം, അതിന്റെ രണ്ടറ്റത്തായിട്ടും രണ്ട് പാവകൾ. പാവകളുടെ കയ്യിലായിട്ട് ഒരു വലിയ കയറിന്റെ രണ്ടറ്റവും ഉണ്ട്. ജംപ് റോപ്പ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. 20 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഈ പാലം താണ്ടി അപ്പുറത്തെത്തണം. അതാണ് ഗെയിം. അങ്ങനെ ഗെയിം തുടങ്ങിയതും പാവകളുടെ രണ്ട് കയ്യിലും ഉണ്ടായിരുന്ന കമ്പി പോലുള്ള കയർ കറങ്ങാൻ തുടങ്ങി. ഇത്
ചാടി കടന്നു വേണം അപ്പുറത്തെത്താൻ. ചാട്ടം പിഴച്ചാൽ കമ്പി തട്ടി നേരെ താഴേക്ക്. സത്യം പറഞ്ഞ ആ കയർ കറങ്ങുന്നത് കണ്ടതും സകലതും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ദേ നമ്മുടെ കഞ്ചാവിനെ കണ്ടോ? ഡ്രഗ്സ് ഇല്ലാത്തത് കാരണം ആള് പേടിച്ച് വശം കെട്ട് കിടക്കുവാണ്. കുഞ്ഞിനെ ഇവിടെ കിടത്താം, ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാൽ മതി. നിന്നെ ഞാൻ സഹായിക്കാം. ഗെയിം കഴിഞ്ഞിട്ട് തിരികെ വന്ന് നമുക്ക് കുഞ്ഞിനെ എടുക്കാം. എല്ലാ പ്ലേയേഴ്സും പാലം കടന്ന് അപ്പുറത്തേക്ക് പോകണം. സമയം കഴിഞ്ഞിട്ടും പാലം കടക്കാത്ത പ്ലേയേഴ്സിനെ കൊന്നുകളയും. അതിന് എന്റെ കുഞ്ഞ് പ്ലെയർ അല്ലല്ലോ. ഇവിടെ വരുന്ന ആരാണെങ്കിലും അവർ പ്ലേയേഴ്സ് ആണ്. താൻ എന്ത് പൊട്ടത്തരടായി പറയുന്നത്? എന്നാൽ പെട്ടെന്ന് മറ്റൊരു ഗാർഡ്സ് അവന്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. സമയം കഴിഞ്ഞിട്ടും പാലം കടക്കാത്ത ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും കൊന്നുകളയും. അതോടെ കുഞ്ഞിനെയും കൊണ്ട് പാലം കടക്കാതെ വേറെ വഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതേ സമയം പാലം കടക്കാത്ത സകലെണ്ണം പേടിച്ചു വരച്ചു നിൽക്കുവാണ്. ആരെങ്കിലും ആദ്യം പോയല്ലേ പറ്റൂ. മിൻസു വേഗം നമ്മുടെ കഞ്ചാവിന്റെ അടുത്തേക്ക് വരുന്നു. നിനക്ക് ഇതല്ലേ വേണ്ടത്? അതും പറഞ്ഞ് അവൻ ആ മാല കഞ്ചാവിനെ കാണിക്കുന്നു. മിൻസു, നിന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ ചോദിക്കുവാ. പ്ലീസ് ആ മാല എങ്ങതാ. എന്നാൽ മിൻസു ആണെങ്കിൽ ആ മാല എടുത്ത് പാലത്തിലേക്ക് ഒരു ഒറ്റ ഏറ്. നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി എടുത്തോ. ഡ്രഗ്സ് കഴിക്കുന്നവർ അത് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. അത് തന്നെയാണ് നമ്മുടെ കഞ്ചാവും ചെയ്തത്. അവൻ ആ പാലത്തിലേക്ക് എടുത്ത് ചാടുന്നു. ചാടി ചാടി വേണേ പോകാൻ. ചാട്ടം പിഴച്ചാൽ കമ്പി തട്ടി നേരെ താഴേക്ക്. അവൻ എങ്ങനെയൊക്കെയോ ചാടി ചാടി ഒടുക്കം ആ മാലയുടെ അടുത്തെത്തുന്നു. വെപ്രാളത്തോടെ അത് വേഗം തുറന്നു നോക്കിയപ്പോഴോ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഷോക്കില് ചാടാൻ മറന്നു പോയവൻ പിന്നെ പറയണ്ടല്ലോ, കമ്പി തട്ടി നേരെ താഴേക്ക്. അത്രയും ഉയരത്തിൽ നിന്നായതുകൊണ്ട് തന്നെ വീണല് തവിട് പൊടിയായി പോകും. അടുത്തതായിട്ട് പാലം കിടക്കാൻ വരുന്നത് സിയോങ് ആണ്. അവന്റെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞിനെ കെട്ടിവെച്ചിട്ടുണ്ട്. റൂൾസ് പ്രകാരം കുഞ്ഞ് പാലം കടന്നല്ലേ പറ്റൂ. ആ കാഴ്ച കണ്ട് VIPs എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അവർക്ക് കുറച്ചുകൂടെ ത്രില്ല് തോന്നി. പലരും സിയോങ്ങിന്റെ മേലെ ബെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ സിയോങ് പാലത്തിലേക്ക് എടുത്ത് ചാടി. നോൺ സ്റ്റോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടേയിരിക്കണം. പാലത്തിന്റെ ഒത്ത നടുക്കായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ചാടിക്കടക്കലാണ് പണി. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ അവൻ അത് ചാടിക്കടക്കുന്നു. ഒടുക്കം ഒരു കുഴപ്പമില്ലാതെ അപ്പുറത്തെ വശത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി യൂൻഹിയെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? കുഞ്ഞിനെ വേഗം ഒരു ബെഞ്ചിലേക്ക് വെച്ചിട്ട് സിയോങ് തിരികെ പാലത്തിലേക്ക് കയറാനായിട്ട് വരുമ്പോഴാണ് ദേ വേറെ പ്ലേയേഴ്സ് എല്ലാം പാലത്തിലേക്ക് ചാടിക്കഴിഞ്ഞു. ഒരു പ്ലെയർ മാത്രമല്ല, ഒന്നിന് പിറകെ ഒന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് ചാടുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും മുന്നിൽ നിന്ന ആള് ചാടി അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അയാളുടെ പിറകെ മറ്റൊരാൾ ചാടി അപ്പുറത്തേക്ക് എത്തിയതും ദേ അങ്ങേരെ പിടിച്ച് താഴേക്ക് ഒരൊറ്റ തള്ളു. താൻ എന്തുകൊണ്ടായി ചെയ്യുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗെയിം കളിക്കുവാ. ആർക്കും ഈ പാലം കടക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനം നമ്മളായിരിക്കില്ലേ ജയിക്കുന്നത്? അത് പറഞ്ഞ് പാലം ചാടി കടക്കുന്നവരെല്ലാം അയാൾ തെള്ളിയിടാൻ തുടങ്ങി. അത് പേടിച്ച് ആരും മുന്നിലേക്ക് വരാതെ പാലത്തിൽ തന്നെ ചാടി ചാടി നിൽക്കുവാണ്. അപ്പൂപ്പനൊക്കെ ചാടി ചാടി ഒരു പരുവായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പലരും ആ കമ്പി തട്ടി താഴെ വീഴുന്നുണ്ട്. മുന്നോട്ട് ചാടുകളവാ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ തള്ളിയിടും. എല്ലാവർക്കും ഇനി ഒട്ടും വയ്യുന്ന അവസ്ഥയായിട്ടുണ്ട്. എന്നെ പോകാൻ സമ്മതിച്ചാൽ എന്റെ പ്രൈസ് മണിയിലെ പകുതി ഞാൻ നിനക്ക് തരാം. ബാക്കിയുള്ളവരെ കൂടെ തള്ളിയിട ഞാനും കൂടെ സഹായിക്കാം. പ്ലീസ് മോനെ, എന്നെ കൊണ്ടിട്ട് ചാടാൻ പറ്റില്ല. ചാവാൻ നേരത്തും അപ്പൂപ്പനെ കുരുട്ടുബുദ്ധി തന്നെ. വഴിയെന്ന് മാറി നിക്കടാ, ഇല്ലെങ്കിൽ പിറകെന്ന് ഞാൻ നിന്നെ തള്ളിയിടും. വേണ്ടെങ്കിൽ മാറി നിക്ക്. സിയോങ് കലിപ്പിച്ച് പറഞ്ഞതും അയാള് പേടിയോടെ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് ചാടി അപ്പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട യൂൻഹി അവിടെ നിന്ന് ചാടി നോക്കിയെങ്കിലും അവളെ കൊണ്ടത് പറ്റില്ല. അത്രയും പരിക്കുണ്ട് കാലിൽ. ഇത് കണ്ടതും മിയോങ് അവളുടെ അടുത്തേക്ക് വരുന്നു. യൂൻഹി വാ, ഞാൻ കൊണ്ടുപോകാം നിന്നെ. നീ എന്തിനാ റോസിനെ കൊന്നത്? പണത്തിന് വേണ്ടിയാണോ? അയ്യോ യൂൻഹി, എനിക്കത് അറിയത്തില്ലായിരുന്നു. അബദ്ധം പറ്റി പോയതാ. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനൊക്കെ ചെയ്താലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇപ്പൊ നീ വരാൻ നോക്ക്. നിനക്കെന്നെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റുമോ അത്? അവളുടെ ആ കാലിന്റെ കോലം കണ്ടതും അവൻ ശരിക്കും ഷോക്കായി. തനിക്ക് ഒരിക്കലും അവളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ അവളെ അവിടെ വിട്ടിട്ട് പോകുന്നു. ഇതേ സമയം നേരത്തെ കലിപ്പിന് ലങ്ങേര സിയോങ്ങിനെ പിറകിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നു. ഭാഗ്യത്തിനാണ് താഴേക്ക് വീഴാഞ്ഞതും. രണ്ടും കൂടി അവിടെ കിടന്ന് അടിയായി. ഒടുക്കം അങ്ങേരുടെ കണ്ണിനിട്ടൊരു കുത്തു കൊടുത്തുകൊണ്ട് സിയോങ് അവൻ തള്ളി താഴേക്ക് ഇടുന്നു. ഇനി വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പുറത്തേക്ക് ചെന്നിട്ട് തിരികെ യൂൻഹിയെ കൊണ്ടുവരണ്ടേ? ഏറ്റവും അവസാനമായിട്ട് ചാടിക്കടന്നത് മിയോങ്ങാണ്. അതിനുശേഷം അവളെ വിളിക്കാനായിട്ട് സിയോങ് പാലത്തിലേക്ക് ഇറങ്ങാൻ വന്നതും യൂൻഹി പെട്ടെന്ന് അവനെ തടയുന്നു. വേണ്ട, നിങ്ങൾ തിരിച്ചു വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം. ദയവ് ചെയ്ത് എന്നെ സഹായിക്കണേ. ഞാനില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ നോക്കണം. അതും പറഞ്ഞ് അവൾ ആ പാലത്തിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുകയാണ്. അതോടെ യൂൻഹിയും അവിടെ മരണപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ മിന്നും പിന്നെ കുട്ടിയുടെ അച്ഛനും കൂടി ഹെഡിന്റെ സഹായത്തോടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് പോകാനായിട്ട് ഒരു സ്പീഡ് ബോട്ടും തയ്യാറാണ്. രണ്ടുപേരും വേഗം തന്നെ അതിനകത്ത് കയറി യാത്ര തിരിക്കുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴാണ് അവൾക്ക് ഹെഡിന്റെ കോള് വരുന്നത്. നീ ഇത്ര അത്യാവശ്യമായിട്ട് അവനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. ക്യാൻസർ വാർഡിൽ കഴിയുന്ന അവന്റെ കുഞ്ഞിന്റെ അടുത്തേക്കല്ലേ അവൻ പോകുന്നത്. നീ ഇപ്പൊ അവനുമായിട്ട് തിരികെ വന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞതും മിന്നി ശരിക്കും പേടിച്ചു. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ എന്നാണ് അവളുടെ പേടി. അതുകൊണ്ട് തന്നെ അവളെ വേഗം അവനായിട്ട് തിരികെ പോകുന്നു. പക്ഷേ തീരത്തെത്തിയതും മിന്ന മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വടക്ക് ദിശ നോക്കി ഫുൾ സ്പീഡിൽ പോണം. കരയിലെത്തിയാൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം. നിന്റെ മോളുടെ ജീവൻ ആപത്താണ്. നിനക്ക് എന്റെ മോളെ അറിയോ? ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം പോകാൻ നോക്ക്.
അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ മീൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ തിരികെ പോവുകയാണ്. എന്നാൽ ആ ബോട്ടിൽ ട്രാക്കർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവര് തീരത്തേക്ക് വന്നതും തിരികെ പോകുന്നതുമെല്ലാം ഈ ഹെഡ് അറിയുന്നുണ്ടായിരുന്നു. അതോടെ മറ്റു ഗാർഡ്സിനോട് രണ്ടുപേരെ അങ്ങ് കൊന്നുകളയാൻ പറഞ്ഞു. ഇതേ സമയം ഇവിടെ ചോയെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. എത്ര തവണ ഞാൻ സാറിനോട് പറഞ്ഞതാ, അങ്ങനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അയാൾ ഏതൊരു കൊള്ള സംഘത്തിൽ ചേർന്നവനാ. ദേ ഈ തെളിവൊക്കെ തന്നെ ധാരാളമല്ലേ. ആ ദ്വീപ് ഒന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. ഇതേ സമയം ഇവിടെ ഹോങ്ചൂൺ ടീംസും ദ്വീപിനെ പറ്റിയുള്ള ചർച്ചയിലാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എങ്ങും ആയിരിക്കില്ല ദ്വീപ്. ഈ ഭാഗത്തൊക്കെ അടിയൊഴുക്ക് കൂടുതലാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ് ഗാർഡുകൾ വരാറുണ്ട്. ഇങ്ങനൊരു സ്ഥലം അവർ എന്തായാലും ഗെയിമിന് തിരഞ്ഞെടുക്കില്ല. അയാൾ പറഞ്ഞത് വിശ്വസിച്ചതുപോലെ എങ്കിൽ പിന്നെ വേറെ ഏരിയയിൽ തേടാമെന്ന് ഹോങ്ചു പറയുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ഒരു കോള് വരുന്നത്. അത് എൻക്വയറിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതായിരുന്നു. അവൻ പറയുന്നത് നിങ്ങൾ ഏതോ ഒരു ക്രിമിനൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നാ. എന്തോ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ഗെയിമൊക്കെ കളിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് പണവും വേറെ സാധനങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അയാൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. തന്റെ വീട്ടിൽ കയറിയത് ചോയിയാണെന്നും അവനിപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അയാൾക്കറിയാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചോയ് പെട്ടെന്ന് ഒരു ഫോൺ തട്ടിയെടുത്തോണ്ട് ഓടുന്നു. ശേഷം ആരും കാണാതെ മാറി നിന്ന് ഹോങ്ചുനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യമാ, അയാളും ആ ഗ്രൂപ്പിലുള്ള ആളാ. വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ യൂണിഫോമും മാസ്കും എല്ലാം എനിക്ക് കിട്ടി. ചോയ് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. എന്നാൽ താൻ പിടിക്കപ്പെട്ടു എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഇനി ഒരെണ്ണത്തെ ജീവനോട് വെച്ചിട്ട് കാര്യമില്ല. അയാള് വേഗം ഒരു തോക്കെടുത്ത് കൊണ്ടുവന്ന് ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും വെടിവെക്കാൻ തുടങ്ങി. ശേഷം ഹോങ്ചുവിനെ തപ്പി അകത്തേക്ക് ചെന്നതും പിറകിൽ കൂടി വന്ന അവൻ അങ്ങേരെ ചൂണ്ട കൊണ്ടൊരൊറ്റ കുത്ത്. നീ ആരാ? എന്തിനായിരുന്നു എന്നെ രക്ഷിച്ചത്? ഞാൻ എനിക്ക് കിട്ടിയ ഓർഡർ ഫോളോ ചെയ്തതേ ഉള്ളൂ. ആ ദ്വീപ് എവിടെയാണെന്ന് പറ. എന്നാൽ അതിന് മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അയാൾ മരിച്ചു വീണിരുന്നു. ഇനി എങ്ങനെ ആ ദ്വീപ് കണ്ടുപിടിക്കും? എന്നാൽ അവൻ അപ്പോഴാണ് ഒരു കാര്യം കത്തിയത്. നേരത്തെ മാപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ ആകാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് അയാൾ ഒരു സ്ഥലം കട്ട് ചെയ്ത് വിട്ടില്ലേ, എങ്കിൽ ദ്വീപ് അവിടെ തന്നെ ആകാനാണ് ചാൻസ് എന്ന് അവൻ ഉറപ്പിച്ചു. ഇതേ സമയം ഇവിടെ വിഐപികളുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ യൂൻഹി മരിച്ചുപോയില്ലേ, പക്ഷേ അവളുടെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ട്. അത് കാരണം യൂൻഹിക്ക് പകരം ആ കുഞ്ഞിനെ പ്ലെയർ ആക്കാനാണ് അവരുടെ തീരുമാനം. അപ്പോ കളി കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിരിക്കും പോലും. അവർക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ ഇത് ഫ്രണ്ട്മാനും. ഇതേ സമയം കുഞ്ഞ് സിയോങ്ങിന്റെ കയ്യിലാണ്. ഇത്രയും നേരമായിട്ട് മ്യൂങ്ക കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ടുമില്ല, അതിനൊന്നും എടുത്തിട്ടുമില്ല. ഇനി ബാക്കി 8 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ള കണക്ക് വെച്ച് ഒരാൾക്ക് ഇപ്പോൾ 5.6 ബില്യൺ വോൺ വെച്ച് കിട്ടും. ഏകദേശം 35 കോടിയോളം രൂപ. അങ്ങനെയെങ്കിൽ കടങ്ങളൊക്കെ അടയ്ക്കാൻ ഈ പൈസ തന്നെ ധാരാളം. അങ്ങനെയെങ്കിൽ അടുത്ത വോട്ടിംഗില് ഗെയിം നിർത്താൻ വേണ്ടി വോട്ട് ചെയ്യാൻ എല്ലാവരും തീരുമാനിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ഗാർഡ്സ് ഉള്ളിലേക്ക് വന്ന് പറയുന്നത് 8 അല്ല 9 പ്ലേയേഴ്സ് ഉണ്ടെന്ന്. അതങ്ങനെ 9 പ്ലേയേഴ്സ്? ഞങ്ങൾ 8 പേരല്ലേ ഉള്ളൂ. പ്ലെയർ 222 ഇതുവരെ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് പറഞ്ഞ് ആ ഗാർഡ് കുഞ്ഞിന് നേരെ വിരൽ ചുണ്ടുന്നു. എന്തോന്ന്? ആ കൊച്ചു പ്ലെയർ ആണെന്നോ? ഒരു പൊടി കുഞ്ഞെങ്ങനെ പ്ലെയർ ആവുന്നത്? ഇനി മുതൽ 222 പ്ലെയർ ആണ്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ യൂൻഹിയുടെ പൈസ മുഴുവനും ആ കുഞ്ഞിന് കിട്ടില്ലേ? അതറിഞ്ഞതും എല്ലാവരും കൂടി ഉടനെ കുഞ്ഞിനെതിരെ തിരിയാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊന്നുകളഞ്ഞ പ്രശ്നം തീരില്ലേ? സകലതും പൈസയോടുള്ള ആർത്തിമൂത്ത് പ്രാന്ത് എടുത്തുകൊണ്ട് കുഞ്ഞിന് നേരെ പാഞ്ഞു വരികയാണ്. എന്നാൽ പെട്ടെന്ന് ഗാർഡ്സ് ഇടപെട്ടത് കൊണ്ട് സകലതും അടങ്ങി. പ്ലേയേഴ്സിനിടയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ഇതുവരെ ജയിച്ചു വന്ന പ്ലേയേഴ്സിനെല്ലാം അവർ വലിയൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സീസണിൽ കണ്ട അതേപോലെ തന്നെ ഒരു ലക്ഷറി ട്രീറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കൂട്ടത്തില് കുഞ്ഞിനും കൊടുക്കുന്നുണ്ട് പാൽ. അതിന്റെ ഇടയിൽ തന്നെയാണ് അവർ പുതിയൊരു അനൗൺസ്മെന്റ് കൂടി നടത്തുന്നത്. അടുത്ത ഗെയിമിനെ പറ്റി ഒരു ചെറിയ ഹിന്റ് ഞങ്ങൾ തരുവാണ്. ഈ അവസാനത്തെ ഗെയിമിലെ ഏത് പ്ലെയറെ എലിമിനേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. എന്താ ഞങ്ങൾക്ക് തീരുമാനിക്കാന്നോ? അതെ, 3 പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് തീരുമാനിച്ച് എലിമിനേറ്റ് ചെയ്യാം. അതിനുശേഷം ഫൈനൽ ഗെയിം ജയിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതങ്ങോട്ട് കേട്ടതും പൈസയ്ക്ക് ആക്രാന്തം മൂത്ത സകല എണ്ണവും വീണ്ടും ഗെയിം കളിക്കാൻ തീരുമാനിക്കുന്നു. അത് കാരണം വോട്ടിംഗ് നടത്തിയപ്പോൾ മിൻസും സിയോങ്ങും ഒഴികെ സകല എണ്ണവും ഓ ബട്ടനാണ് ഞെക്കിയതും. ഇനിയിപ്പോൾ ആ 3 പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണ്ടേ? അതാരാവണമെന്നുള്ള കൊണ്ടുപിടിച്ച ചർച്ചയിലാണ് സകലതും. ഇതിലിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ആദ്യം ആ പ്ലെയർ 456, അതിനുശേഷം ആ കുഞ്ഞ്, പിന്നതെ ആ 125 ഡ്രഗ് അഡിക്റ്റ്. അവരെ 3 പേരെ എലിമിനേറ്റ് ചെയ്താൽ മതി. എല്ലാവരും കൂടി ചേർന്ന് അവരെ 3 പേരെയും എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ കൂട്ടത്തില് മ്യൂങ്കും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അന്ന് രാത്രിയായതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരു ഗാർഡ് വന്ന് സിയോങ്ങിനെ ഫ്രണ്ട്മാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് കാത്തിരുന്ന പോലെ സിയോങ്ങും ആ ഗാർഡിന്റെ കൂടെ പോകുന്നു. അവൻ ചെന്നത് ഫ്രണ്ട്മാൻ ഒരു കത്തി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ കത്തി കൊണ്ടുപോയിട്ട് നിന്നെയും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന സകലതിനെ കൊന്നുകളാ. നീ എന്തിനാ എന്നെ സഹായിക്കുന്നത്? അത് പറഞ്ഞതും ഫ്രണ്ട്മാൻ ആളുടെ മുഖം മൂടി അങ്ങ് മാറ്റി കാണിക്കുന്നു. സിയോങ് ശരിക്കും ഞെട്ടിപ്പോയി. വന്ന കലിക്ക് ആ കത്തി എടുത്ത് ഫ്രണ്ട്മാന് നേരെ ചൂണ്ടിയെങ്കിലും ആൾക്കൊരു പേടിയില്ലായിരുന്നു. എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ കൊന്നേരെ. പക്ഷേ ഞാൻ മരിച്ചെന്ന് കരുതി ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. എനിക്ക് പകരം ഈ സ്ഥാനത്തേക്ക് വേറൊരാള് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചെയ്താൽ നിനക്കും ആ കുഞ്ഞിനും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാം. ഇതെന്റെ വാക്കാണ്. അത് കേട്ടതും സിയോങ് വേറൊന്നും പറയാതെ ആ കത്തിയുമായിട്ട് തിരികെ ഹാളിലേക്ക് തന്നെ വരുന്നു. മദ്യപിച്ചത് കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവൻ ആ കത്തിയുമായിട്ട് നേരെ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്ന് അപ്പൂപ്പനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും
അതിനവൻ ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ തവണയും ഇതുപോലൊരു അവസരം സിയോങ്ങിന് കിട്ടിയിരുന്നു. അപ്പോഴും അവനത് ചെയ്തില്ല, ഇപ്പോഴും ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ഇതെല്ലാം CCTV വഴി കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ട്മാന് നല്ലതുപോലെ കുറ്റബോധം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഫ്രണ്ട്മാനായിരുന്നവൻ ഇതുപോലൊരു കത്തി ഇവന്റെ കയ്യിലും കൊടുത്തിരുന്നു. അത് വെച്ച് എല്ലാവരെയും കൊല്ലുകയാണ് അവൻ ചെയ്തതും. പക്ഷേ സിയോങ്ങിന് 2 തവണ അവസരം കിട്ടിയിട്ടും അവൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അതോർമ്മ വന്നതും ആൾക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇതേ സമയം മിന്നെ തിരികെ വീണ്ടും ഗെയിം നടക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഗെയിം ഹെഡാണ് അവളുടെ ലക്ഷ്യം. ഒടുക്കം അയാളുടെ റൂമിലേക്ക് വന്ന് അയാളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. നിനക്ക് എന്താ വേണ്ടത്? പ്ലെയർ 246ന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യണം. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ചെയ്യാതിരിക്കാനായില്ല. പറഞ്ഞതുപോലെ തന്നെ അയാൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇത് മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ ഒരു ഹാർഡ് കോപ്പി വേറെ സ്ഥലത്തുണ്ട്. അങ്ങനെ മിന്നുമായിട്ട് അയാൾ മുകളിലേക്ക് പോകുന്നു. എന്നാൽ മുകളിലേക്ക് എത്തിയതും അയാൾ പെട്ടെന്ന് തോക്ക് പിടിച്ചു വാങ്ങി മിന്നിനെ ആക്രമിക്കാൻ തുടങ്ങി. രണ്ടും തമ്മില് പൊരിഞ്ഞാടി നടക്കുവാണ്. ഒടുക്കം അയാൾ മിന്നിനെ അടിച്ച് താഴെയിടുന്നു. നീ അവന് തമ്മിൽ എന്താ ബന്ധം? എന്താ അവനോട് പ്രണയം തോന്നുന്നുണ്ടോ? അവൻ മരിച്ചുപോയാ അവന്റെ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോ വല്ലവന്റെ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ റിസ്ക് എടുത്തത്? അതും പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അയാൾ അവളുടെ വയറ്റിൽ കുത്തുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുക്കം തന്റെ തോക്ക് കൊണ്ട് അവൾ അയാളുടെ വെടിവെച്ചും കൊന്നുകളഞ്ഞു. അടുത്തതായിട്ട് ഹോങ്ചോനെയാണ് കാണിക്കുന്നത്. അവൻ ആ ഐലൻഡ് ലക്ഷ്യം വെച്ച് വരുമ്പോഴാണ് അവന് ഫ്രണ്ട്മാന്റെ കോള് വരുന്നത്. ഇതോടെ മതിയാക്കിക്കോ, ഇല്ലെങ്കിൽ നീ മരിക്കേണ്ടി വരും. മരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? അവൻ അങ്ങനെ പറഞ്ഞതും പിന്നീട് ഫ്രണ്ട്മാൻ ഒന്നും മിണ്ടിയില്ല. ഇതേ സമയം തന്നെ കുഞ്ഞിന്റെ അച്ഛന്റെ പുറകെ ആ ഗെയിം ഹെഡ് അയച്ച ടീമില്ലേ, അവർ അയാളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പിറകിൽ നിന്നും അവന്റെ ബോട്ടിന് നേരെ ചാറ പറന്ന് വെടിവെക്കുവാണ്. അയാളും തിരികെ അവരെ വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ബോട്ടിന്റെ അടുത്ത് എത്തിയതും അതിൽ ഒരു ഗാർഡ് ഇറങ്ങി അവനെ വെടിവെക്കാനായിട്ട് വന്നതും വേറെ ആരോ ആ ഗാർഡിനെ വെടിവെച്ചിട്ടത് ഒരുമിച്ചായിരുന്നു. വേറെ ആരുമല്ല, അത് നമ്മുടെ ഹോങ്ചു ആയിരുന്നു. കൂടെ അവന്റെ ടീമിലുണ്ടായിരുന്ന മറ്റൊരാളും കൂടിയുണ്ട്. ഗാർഡ്സിനെ എല്ലാം കൊന്നുകളഞ്ഞതും അവൻ വന്ന് ആ കുട്ടിയുടെ അച്ഛനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോ നീ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന പ്ലെയർ ആണോ? അങ്ങനെയാണെങ്കിൽ ആ ദ്വീപ് എവിടാ? ഹോങ്ചു ചോദിച്ചതും അയാൾ ആ ദ്വീപിലേക്കുള്ള വഴി അവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും മിന്ന് ആ ഹാർഡ് കോപ്പി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. അവനെ സംബന്ധിക്കുന്ന സകല രേഖകളും അവൾ അവിടെ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. ഫൈനൽ ഗെയിം. 3 ഷേപ്പിലുള്ള 3 വലിയ തൂണുകളാണുള്ളത്. സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ. എല്ലാവരും ആദ്യം കാണുന്ന സ്ക്വയർ ഷേപ്പിനുള്ളിലേക്ക് കയറി ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് എത്തിയതും താഴേക്ക് നോക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാവുന്നു. അത്രയും ഉയരത്തിലാണ് ആ തൂണുകളുള്ളത്. 3 ഷേപ്പുകളാണുള്ളത്. ഇവിടുത്തെ ഗെയിം അവസാനിക്കുമ്പോൾ ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ഷേപ്പിലേക്ക് പോകാൻ പറ്റൂ. അവിടെയും ഇതുപോലെ തന്നെ ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഫൈനൽ ഷേപ്പിലേക്ക് പോകേണ്ടത്. ഫൈനൽ ടവറിലും ഒന്നോ അതിലധികമോ പ്ലേയേഴ്സിനെ തള്ളിവിട്ടാൽ ബാക്കിയിരിക്കുന്നവരെല്ലാം ജയിക്കുകയും ചെയ്യും. ഒരു റെഡ് ബട്ടൺ ഉണ്ട്. അത് അവർ ഞെക്കിയാൽ മാത്രമേ ഗെയിം സ്റ്റാർട്ട് ആവൂ. അങ്ങനെ ടൈമർ സ്റ്റാർട്ടായി. മിൻസു ആണെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഡ്രഗ് കഴിച്ചിട്ട് നിൽക്കുവാണ്. അത് കാരണം അവന് പല പല ഹാലൂസിനേഷനും ഉണ്ടാകുന്നു. നമ്മുടെ മരിച്ചുപോയ താനോസും കജാവും ഒക്കെ അവനവന്ന് വിളിക്കുന്നത് പോലെ സത്യമേതാ മിഥ്യ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ ഓൾറെഡി ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം ആ കുഞ്ഞിനെ തള്ളിയിടാൻ എല്ലാവരും തീരുമാനിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും സിയോങ്ങിന് നേരെ തിരിഞ്ഞതും മിയോങ് പെട്ടെന്ന് എല്ലാവരും തടഞ്ഞു. ഈ ഗെയിമില് മൊത്തം 3 റൗണ്ടില്ലേ? കുഞ്ഞിനെ തള്ളിയിടാൻ നോക്കിയാല് കൂടെ ചിലപ്പോ അവന് ചാടിയാലോ? 3 റൗണ്ടിലും നമ്മൾ ഓരോരുത്തർ വെച്ച് തള്ളിയിടണ്ടേ? ഈ റൗണ്ടില് 2 പേര് എലിമിനേറ്റ് ആയാല് ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആരെ തള്ളിയിടും? പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയതും എല്ലാവരും സിയോങ്ങിനെ വിട്ടിട്ട് മിൻസുവിനെ തെരഞ്ഞെടുക്കുന്നു. ഒന്നാമതേ പേടിച്ചു വരച്ച് നിൽക്കുവാണവൻ. അപ്പോ എല്ലാവരും കൂടി അവന് നേരെ തിരിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നെയൊന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ആര് കേൾക്കാനാ? ഒടുക്കം മിയോങ് ഒരു വലിയ കമ്പി കൊണ്ട് കുത്തി മിൻസുവിനെ തള്ളി താഴേക്കിടുന്നു. അങ്ങനെ ആദ്യത്തെ പ്ലെയർ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ആ റൗണ്ട് തീർന്നതും അടുത്ത ഷേപ്പിലേക്ക് പോകാനായിട്ട് ഒരു വലിയ പാലം പോലെ നീണ്ടുവരുന്നു. അതുവഴി എല്ലാവരും രണ്ടാമത്തെ ഷേപ്പിലേക്കും എത്തി. ഈ റൗണ്ടില് ഒന്നെങ്കിൽ സിയോങ് അല്ലെങ്കിൽ ആ കുഞ്ഞ്, അതാണ് ടാർഗറ്റ്. എല്ലാവരും കുഞ്ഞിനെയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ കുഞ്ഞ് സിയോങ്ങിന്റെ കയ്യിലിരിക്കുമല്ലേ. അവൻ വിട്ടുകൊടുത്താലല്ലേ അവർക്ക് ആ കുഞ്ഞിനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റൂ. നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് 2 കുട്ടികളുള്ളതാ. കുഞ്ഞിന് എന്തായാലും അമ്മയില്ലല്ലോ. അമ്മയില്ലാതെ ആ കുഞ്ഞെങ്ങനെ വളരാനാ? നിനക്കത് കാണാവായെങ്കിൽ നീ കണ്ണുമൂടി ആ അറ്റത്തങ്ങാണ് പോയി നിക്ക്. ഇത് ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ എല്ലാം കൂടി സിയോങ്ങിന്റെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്. പക്ഷേ നടക്കുന്ന കാര്യമില്ലല്ലോ. ദേ, കുഞ്ഞിനെ തന്നില്ലെങ്കിൽ നിന്നെയും കൂടി ചേർത്ത് ഞങ്ങൾ തള്ളിയിടും. അങ്ങനെ എന്നെയും കൂടി ചേർത്ത് തള്ളിയിട്ടാൽ അടുത്ത റൗണ്ടിൽ നിങ്ങൾ ആരെ തള്ളിയിടും? അവനങ്ങനെ ചോദിച്ചതും ആ തള്ളിയിടാൻ വന്നവനങ്ങ് പേടിച്ചുപോയി. പക്ഷേ ആരെങ്കിലും അവന്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ വിളിച്ച് തള്ളിയിട്ടേ പറ്റൂ. അവസാനം എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. എന്താണെന്ന് വെച്ചാൽ റോക്ക് പേപ്പർ സിസർ കളിച്ച് ആരാണോ തോക്കുന്നത് അയാൾ പോയി തള്ളിയിടണം. അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് നാർക്ക് വീണിട്ടുണ്ട്. പക്ഷേ ആൾക്ക് സിയോങ്ങിന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. തന്നെ കൂടി പിടിച്ച് തള്ളിയിട്ടാലോ? അത് കാരണം എല്ലാവരും പരസ്പരം ഒരു കോട്ടൂരി കയറ് പോലെ കിട്ടുന്നു. അതാകുമ്പോൾ അവൻ പിടിച്ച് തള്ളിയാലും വീഴില്ലല്ലോ.
അങ്ങനെ അയാൾ സിയോങ്ങിന്റെ അടുത്തേക്ക് എത്തി കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നതും നേരത്തെ ഫ്രണ്ട്മാൻ അവന് കൊടുത്ത കത്തിയെടുത്ത് ആ കോട്ടിന്റെ കെട്ടങ്ങാർത്ത് വിട്ടു. ആ സെക്കൻഡിൽ തന്നെ മ്യൂങ്ക കമ്പി കൊണ്ട് അങ്ങേരെ കുത്തി താഴേക്ക് ഇട്ട് കളഞ്ഞു. എല്ലാവരും വിശ്വസിക്കാനാവാതെ മ്യൂങ്കിനെ നോക്കി. ഞാൻ നിന്റെ കൂടെയാ, കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ, കാരണം ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്. അത് കേട്ടതും സിയോങ് അടക്കം എല്ലാവരും ഷോക്കായി പോയി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവർ പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന VIP-കളും ആകെ എക്സൈറ്റഡ് ആയി. നമ്മൾ രണ്ടുപേരും ഒരേ ടീമായിട്ട് നിന്നാൽ ഇവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും ഇനി സിയോങ്ങിനെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവര് കൂട്ടത്തിൽ ഒരുത്തിനെ എടുത്തിട്ട് പഞ്ചറാക്കാൻ തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവനെ അടിച്ച് ചുരുട്ടിയെടുത്ത് നമുക്ക് അടുത്ത റൗണ്ടിൽ കൊണ്ടുപോകാം. അതിനുശേഷം അവിടുത്തെ താഴേക്ക് വലിച്ചിടാം. അങ്ങനെ നമ്മൾ എല്ലാവരും ഗെയിമിൽ ജയിക്കും. അപ്പൂപ്പന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധിയെ. അതും പറഞ്ഞ് എല്ലാം കൂടി അയാൾ എടുത്തിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങി. എന്നാൽ സിയോങ്ങിന് ഇതങ്ങോട്ട് പിടിച്ചില്ല. അവൻ കത്തി കാട്ടി സകലതിനെ ഭീഷണിപ്പെടുത്തി. അവനായിട്ട് ചാടത്തുമില്ല, വേറൊരാളെ തള്ളിയിടാനും സമ്മതിക്കില്ല. അതും കൂടി ആയതും എല്ലാവർക്കും സിയോങ്ങിനോട് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. ഒടുക്കം എല്ലാം കൂടി പരസ്പരം അടിയായി. അടിയുടെ ഒടുക്കം സിയോങ് തന്റെ കയ്യിലുള്ള കത്തി വെച്ച് ഒരുത്തനെ കുത്തുന്നു. ശേഷം അവന് താഴേക്ക് ഒരൊറ്റ തള്ള്. ഇതിനിടയ്ക്ക് മ്യൂങ്കും ഒരാളെ തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് അപ്പൂപ്പനാണേ. സൂപ്പർ മോനെ, കലക്കി, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ശരി ശരി, ഇനി നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. ദോ ആ കിടക്കുന്ന അവനെയും പിടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ പോകാം. എന്നിട്ട് അവൻ എവിടെ നിന്ന് തള്ളിയിട്ടാ നമ്മൾ ഗെയിം ജയിച്ചില്ലേ. തന്നെ തള്ളിയിടുമെന്ന് പേടിച്ച് അപ്പൂപ്പൻ നല്ല പേടിച്ച് വരച്ചിരിക്കുവാണ്. എന്നാൽ അപ്പൂപ്പൻ പറഞ്ഞത് മിന്നെ കേട്ട പാവം പോലും നടിച്ചില്ല. ഒരു ദാക്ഷിണ്യം കൂടാതെ ഒറ്റ തള്ളിന് നമ്മുടെ അപ്പൂപ്പനെ താഴെയിട്ട് കളഞ്ഞു. ഷോ, കഷ്ടമായി പോയി. കുഞ്ഞിനെയും കൂടെ കൂട്ടി ഇനി ബാക്കി 4 പേർ. നേരത്തെ എല്ലാവരും കൂടി ചേർന്ന് ഒരുത്തിനെ അടിച്ചൊതുക്കിയില്ലേ, അയാളാണ് 4ാമൻ. എന്നാൽ അവർ നോക്കുമ്പോൾ അയാളെ നിരങ്ങി ദേ അറ്റത്തേക്ക് പോകുന്നു. അങ്ങനെ എന്നെ കൊന്നിട്ട് നിങ്ങൾ ആരും പൈസ നേടണ്ട. അതും പറഞ്ഞ് അയാള് സ്വയം എടുത്ത് താഴേക്ക് ഒരൊറ്റ ചാട്ടം. അതൊരു ഷോക്കായി പോയത് മിന്നിനാണ്. കാരണം അടുത്ത റൗണ്ടില് അയാളെ തള്ളിയിട്ടിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ 3 പേരാണ് ബാക്കി, സിയോങ്ങും കുഞ്ഞും പിന്നെ മ്യൂങ്കും. അടുത്ത റൗണ്ടില് ഇതിൽ ആരെങ്കിലും ഒരാളെ താഴേക്ക് തള്ളിയിട്ടേ പറ്റൂ. അങ്ങനെ അടുത്ത ഷേപ്പിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ് അവിടെ വരുന്നതും ആദ്യം മ്യൂങ്കാണ് അതുവഴി പോകുന്നത്. അപ്പുറത്തേക്ക് എത്തിയതും അവൻ സിയോങ്ങിനോട് കുഞ്ഞിനെ തരാൻ പറയുന്നു. കുഞ്ഞിനെ മാത്രം എന്തെങ്കിലും തന്നാ മതി, പക്ഷേ നീ അവിടെ നനങ്ങി പോകരുത്. ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ. ലാസ്റ്റ് റൗണ്ടില് ഒന്നെങ്കിൽ നീ മരിക്കണം അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കണം. എനിക്ക് അതൊക്കെ അറിയാം. അപ്പോ നീ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ കൊന്നിട്ട് പണമായിട്ട് പോകാമെന്നോ? അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യമെന്ന് സിയോങ്ങിന് മനസ്സിലായി. അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും നേരം സിയോങ്ങിന്റെ സൈഡിലാണെന്ന് പറഞ്ഞ് അഭിനയിച്ചതും. ഒടുക്കം സിയോങ് കുട്ടിയെ പാലത്തിലേക്ക് വെക്കുന്നു. ശേഷം പിറകിലേക്ക് നടന്ന് 2ാമത്തെ ഷേപ്പിൽ തന്നെ വന്ന് നിന്നു. മ്യൂങ്ക് വേഗം തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ലാസ്റ്റ് ഷേപ്പിലേക്ക് ചെന്നതും അവന്റെ ശ്രദ്ധയൊന്ന് മാറിയ തക്കം നോക്കി സിയോങ് ഒറ്റ ചാട്ടത്തിനപ്പുറത്തെ ഷേപ്പിലെത്തി. പിന്നീട് രണ്ടും കൂടി പൊരിഞ്ഞടിയായിരുന്നു. സിയോങ്ങിന്റെ അടുത്ത് തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടതും അവൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് താഴേക്കെറിയൊന്ന് ഭീഷണിപ്പെടുത്തി. അടുത്തേക്ക് വന്ന സത്യമായിട്ട് ഞാൻ കുഞ്ഞിന്റെ താഴേക്കിടും. സിയോങ് പേടിച്ചു പോയി. അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. സിയോങ് പുറകിലേക്ക് മാറിയതും കുഞ്ഞിനെ താഴേക്ക് വെച്ചുകൊണ്ട് ഒരു കത്തിയുമായിട്ട് അവൻ സിയോങ്ങിനെ കൊല്ലാനായിട്ട് വരുന്നു. അടിയുടെ ഇടയ്ക്ക് രണ്ടും കൂടി ഉരുണ്ട് നേരെ താഴേക്ക്. പക്ഷേ സിയോങ്ങിന് കമ്പിയിൽ പിടുത്തം കിട്ടി. അവന്റെ കോട്ടിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് മ്യൂങ്ക്. സിയോങ് അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കോട്ട് കീറിയത് കാരണം മ്യൂങ്ക് താഴേക്ക് വീണുപോയി. അതോടെ അവനും അവിടെ മരിക്കുകയാണ്. അങ്ങനെ സിയോങ് ഒരു വിധത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറി. ഇനി 2 പ്ലേയേഴ്സ് ആണുള്ളത്. ഒന്ന് കുഞ്ഞും പിന്നെ സിയോങ്ങും. മാത്രമല്ല ഇതുവരെ അവർ ആ ബട്ടൺ ഞെക്കി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. ബട്ടൺ ഞെക്കി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാളെ താഴേക്ക് തള്ളിയിട്ടേ പറ്റൂ. ഈ കാര്യങ്ങളെല്ലാം ഒരു റൂമിലിരുന്ന് മിന്ന് കാണുന്നുണ്ട്. മറ്റൊരു റൂമിലിരുന്ന് ഫ്രണ്ട്മാനും VIP-കളും. എല്ലാവരും കരുതിയിരിക്കുന്നത് കുഞ്ഞിനെ തള്ളിയിട്ടിട്ട് സിയോങ് രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ അവരുടെ എല്ലാവരുടെയും ധാരണ തെറ്റിച്ചുകൊണ്ട് നേരെ തിരിച്ചാണ് നടന്നത്. ഞങ്ങൾ ആരും പന്തേ കുതിരകളല്ല, ഞങ്ങളെല്ലാം മനുഷ്യരാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ സേഫാക്കിയ ശേഷം സിയോങ് എടുത്ത് താഴേക്ക് ചാടുകയാണ്. അങ്ങനെയൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ സിയോങ്ങും അവിടെ മരിക്കുന്നു. 456 പേര് മത്സരിച്ച ഗെയിമിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ആ കുഞ്ഞാണ്. ഇതേ സമയം ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞനുസരിച്ച് ഹോങ്ചു ഇപ്പോൾ ആ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാർഡ്സ് പറഞ്ഞ് ഈ വിവരം പറഞ്ഞ ഫ്രണ്ട്മാൻ വേഗം തന്നെ ഈ ഗെയിം മുഴുവനും ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുന്നു. ശേഷം അയാളെ നേരെ പോകുന്നത് മരിച്ചു കിടക്കുന്ന സിയോങ്ങിന്റെ അടുത്തേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും അവന് സിയോങ്ങിനോട് ഒരു ബഹുമാനം തോന്നി. എത്ര പൈസ കൊടുത്താലും മനസ്സ് മാറാത്തൊരു മനുഷ്യൻ, പണത്തെക്കാളും മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ അയാളുടെ ലൈഫിൽ ഇതുപോലൊരു മനുഷ്യരെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ അയാളെ നേരെ മുകളിലേക്ക് ചെന്ന് വിജയിയായ ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നു. അപ്പോഴേക്കും ഹോങ്ചു ആ ഗെയിം നടക്കുന്ന സ്ഥലത്തിനുള്ളിലേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും VIPs അടക്കം അവിടുന്ന് കടന്നു കളഞ്ഞു. മാത്രമല്ല അവൻ അവിടുന്ന് ഒരു തെളിവും കിട്ടിയതുമില്ല. കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന തന്റെ ചേട്ടനെ അവൻ കണ്ടെങ്കിലും അവൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്തതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ മുഴുവൻ പൊട്ടിത്തകരാം. അതിനു മുന്നേ തന്നെ VIPsകളും ഗാർഡ്സുകളും വർക്കേഴ്സും എല്ലാം അവിടുന്ന് മാറിക്കഴിഞ്ഞു. മരിച്ച കുറെ ശവങ്ങളല്ലാതെ ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും അവിടെ ഇല്ല. സമയം കഴിഞ്ഞതും സകലതും പൊട്ടിത്തെറിക്കുവാണ്. ഒരു തെളിവ് പോലുമില്ലാതെ മുഴുവനെ കത്തി ചാമ്പലായി പോയി. അതുകൊണ്ട് തന്നെ ഹോങ്ചു വന്ന കാര്യം ഒന്നും നടന്നില്ല.
തന്റെ ചേട്ടൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല. പിന്നീട് കാണിക്കുന്നത് സിയോങ് ആദ്യ മത്സരത്തിൽ ജയിച്ച പൈസ മുഴുവനും അവൻ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചേക്കുമല്ലേ. ആ പണം മുഴുവനും ആരോ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ്. പക്ഷേ അതാരാണെന്ന് അറിയില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ആ കുഞ്ഞിന്റെ അച്ഛനില്ലേ, പഴയ പോലെ തന്നെ അയാൾ വീണ്ടും ചിത്രം വരയ്ക്കുന്ന ജോലിയിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ കുഞ്ഞിനെ ഇപ്പോൾ സുഖമാവുകയും ചെയ്തു. അയാൾ ഇപ്പോൾ ആരുടെ പടമാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് മിന്നിന്റെ പടമായിരുന്നു. ഇതുവരെ ആയിട്ടും തന്നെ രക്ഷിച്ച ആളുടെ മുഖം അവൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിന്നിനെ തിരിച്ചറിഞ്ഞതുമില്ല. നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ചു കാലം അമ്യൂസ്മെന്റ് പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വെച്ച് കണ്ടതായിരിക്കും. അത്രയും പറഞ്ഞ് വേറൊന്നും പറയാതെ അവൾ അവിടുന്ന് പോകുന്നു. മാത്രമല്ല മിന്നിന്റെ മകളെ കാണാതെ ഇത്രയും വർഷങ്ങൾ അന്വേഷിച്ച് നടന്നതല്ലേ. ഇപ്പോ കുട്ടി അവിടെ ഉണ്ടെന്ന് ചെറിയൊരു സൂചന അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ചോയെ പറ്റി പറയുകയാണെങ്കിൽ ആളിപ്പോൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹോങ്ചു ആണ് അവനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതും. ഇനിയിപ്പോൾ പഴയ പോലെ ഗുണ്ടാ പണിക്കൊന്നും പറ്റില്ല. അത് കാരണം നമ്മുടെ സിയോങ്ങിന്റെ ഹോട്ടലിലായിരുന്നു. അതിനി നോക്കി നടത്താനാണ് അവന്റെ പ്ലാൻ. പക്ഷേ അതിനകത്ത് വെച്ച പൈസ ആരെടുത്തോണ്ട് പോയിന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹോങ്ചു തിരികെ തന്റെ വീട്ടിലേക്ക് വന്നതും കാണുന്നത് യൂൻഹിയുടെ കുഞ്ഞില്ലേ, കുഞ്ഞിനെ തന്റെ റൂമിൽ കൊണ്ടുവന്ന് ആരോ കിടത്തിയിരിക്കുന്നു. കൂടെ തന്നെ കുഞ്ഞിന്റെ പണം മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ഡെബിറ്റ് കാർഡും. അവൻ വേഗം തന്നെ ആ കാർഡ് കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്ത് നോക്കുന്നു. ബാങ്ക് ബാലൻസ് കണ്ടതും അവന്റെ കണ്ണ് തള്ളിപ്പോയി. പ്രൈസ് മണി മുഴുവൻ ഉണ്ടായിരുന്നു അതിൽ. പിന്നീട് കാണിക്കുന്നത് അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സിയോങ്ങിന്റെ മകളെയാണ്. അവളെ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട്മാൻ വരുന്നു. പക്ഷേ കുട്ടിക്ക് ആളെ കൊണ്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാ? ഞാൻ മോളുടെ അച്ഛന്റെ ഫ്രണ്ടാ. ഇത് മോൾക്ക് തരാൻ വേണ്ടി വന്നതാ. എന്നാൽ അച്ഛന്റെ പേര് കേട്ടതും അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഇത്രയും വർഷമായിട്ടും എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അതുകൊണ്ട് അയാളുടേതായിട്ടുള്ള ഒന്നും എനിക്കിനി വേണ്ട. മോളുടെ അച്ഛൻ മരിച്ചുപോയി. നിനക്ക് വേണ്ടി അവൻ തന്നിട്ട് പോയതായത്. അത് കേട്ടതും ആ മോള് വേഗം ചെന്ന പെട്ടി മേടിക്കുന്നു. തന്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ട് ഷോക്കായി നിൽക്കുവാണ്. അവള് വേഗം ആ പെട്ടി തുറന്നു നോക്കിയപ്പോഴോ അതിനുള്ളിലെ ഒരു ഡെബിറ്റ് കാർഡായിരുന്നു. സിയോങ് വിജയിച്ച് നേടിയ തുക. അന്ന് ഹോട്ടലിൽ കയറി ആ പണം മുഴുവൻ എടുത്തത് ഫ്രണ്ട്മാനാണ്. അങ്ങനെ ആ പണം മുഴുവനും സിയോങ്ങിന്റെ മകളെ ഏൽപ്പിച്ച ശേഷം ഫ്രണ്ട്മാൻ അവിടുന്ന് പോകുന്നു. എന്നാൽ അയാളെ തിരിച്ചു പോകുന്ന വഴിക്കാണ് വേറൊരു കാര്യം കാണുന്നത്. നമ്മുടെ സെയിൽസ്മാൻ തകച്ചി കളിച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു ലേഡി ചെയ്യുന്നു. പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ മുഴുവനും ആ ഗെയിമിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ആ ലേഡി. എന്ന് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. പല രാജ്യങ്ങളിലായിട്ട് ഈ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് സ്ക്വിഡ് ഗെയിം എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു സീസൺ ഇതിനുണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.